ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സ് പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവി A.V. ശ്രീകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ശേഷം ജാമ്യത്തിൽ വിട്ടു. 2 ആൾ ജാമ്യത്തിലും അന്വേഷണത്തോട് സഹകരിക്കണമെന്ന നിബന്ധനയിലുമാണ് ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. ഹൈക്കോടതി ശ്രീകുമാറിനെ നേരത്തെ മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. നേരത്തെ ശ്രീകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ DC ബുക്സിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. എഴുത്തുകാരന്റെ അനുമതിയല്ലാതെയല്ലേ ആത്മകഥയുടെ തലക്കെട്ട് തയ്യാറാക്കിയതെന്നും പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് നൽകിയതെന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു. എഴുത്തുകാരനെ മാനസികമായി ബുദ്ധിമുട്ടിക്കാനാണ് ആത്മകഥ പ്രസിദ്ധീകരിച്ചതെന്നും എഴുത്തുകാരനെ അപമാനിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ട DC ബുക്സിന്റെ നടപടി ശരിയാണോ? ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്തതെന്തിനെ? പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകാതെ എങ്ങനെ പുസ്തകം പുറത്തുവിടാനാകും? എഴുത്തുകാരനെ അപമാനിച്ചുവെന്നത് വസ്തുതയാണെന്നും ഹൈക്കോടതി വിമർശിച്ചിരുന്നു. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിലാണ് DC ബുക്സ് ഇ.പി. ജയരാജന്റെ ആത്മകഥയുടേതെന്ന പേരിൽ കവർ ചിത്രം പുറത്തുവിട്ടത്. വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമായിരുന്നു സംഭവം. ആത്മകഥയുടെ ഭാഗം എന്ന നിലയിൽ പുറത്തുവന്ന PDF-ൽ CPM-നെതിരെയും രണ്ടാം പിണറായി സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരുന്നത്. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്ന വാദവും ഇ.പി. ഉയർത്തിയതായി PDF-നെ ഉദ്ധരിച്ച് വാർത്തകൾ വന്നിരുന്നു. ഇതുകൂടാതെ പാലക്കാട്ടെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി P. സരിനെതിരെയും ജയരാജൻ വിമർശനം ഉന്നയിച്ചതായി ആത്മകഥയുടേതായി പുറത്തുവന്ന PDF ചൂണ്ടിക്കാട്ടി ആക്ഷേപമുയർന്നു. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചു വരുന്നവർ വയ്യാവേലിയാണെന്നും PV അൻവർ പോലും ഇത്തരം പ്രതീകമായിരുന്നുവെന്നും പുസ്തകത്തിൽ പരാമർശമുണ്ടെന്ന സൂചനകളും പുറത്തുവന്നു. ഇതിന് പിന്നാലെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് ഇ.പി. ജയരാജൻ സ്വീകരിച്ചത്. തന്റെ ആത്മകഥയിലേത് എന്ന് പറഞ്ഞ് പ്രചരിച്ച വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു ഇ.പി. പറഞ്ഞത്. പുറത്തുവന്നത് വ്യാജ വാർത്തകളാണെന്നും കവർ ചിത്രം പോലും തയ്യാറാക്കിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.